ഏതാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വാഗ്ദത്തം നീ പറഞ്ഞിട്ടുണ്ട് ആ ദേശത്ത് എത്തിക്കുമെന്ന്. ചിലർക്ക് സാക്ഷ്യം പറഞ്ഞ ദൈവം വാഗ്ദത്തം ചെയ്തത് കൊണ്ടാണ് ഇവിടെ വന്നതെന്ന്. ഇതൊന്നും അല്ല ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ശത്രു സംഹാരം, ശത്രുക്കളെ നമ്മുടെ മുമ്പിൽ ചിതറിച്ചു കളയുന്നു. എത്ര ആഹ്ലാദകരമായ ഒരു കാര്യമാ. നമുക്ക് വെറുപ്പുള്ളവരെ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ ദൈവം നമുക്ക് മുമ്പിൽ ചവിട്ടി അരയ്ക്കുമ്പോൾ ആർക്കാ കയ്യടിച്ച് അന്യഭാഷ പറയാൻ കഴിയാത്തത്? എത്ര സന്തോഷകരമായ കാര്യമാ. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു, വേഴ്സ് 3. ഒരൊറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ പോരുകയില്ല. നമ്മളാണെങ്കിൽ പറയും, അവൻ കൂടെ നടന്നാലും ഇതൊക്കെയല്ലേ കിട്ടാൻ പോകുന്നത്. ഏതാ? കനാൻ ദേശവും ശത്രു സംഹാരവും ദൂതന്മാരുടെ. ഈ പുള്ളി ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. കാരണം സൗകര്യമായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാം? അനുഭവിക്കാം, ആസ്വദിക്കാം. ഇപ്പൊ ദൈവം പറയാ, എന്നാ ഞാൻ നിങ്ങളോട് കൂടെ നടക്കത്തില്ല. നമ്മൾ പറയും സ്തോത്രം, ഹല്ലേലൂയ, ദൈവം എത്ര കരുണയും നീതിയും കൃപയും ഉള്ളവനാണ് അല്ലേ. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ എവിടെ കിട്ടും? ഇതെല്ലാം നൽകിയിട്ട് പിള്ളേർ പറയുന്ന അപ്പൻ എൻ്റെ കൂടെ പോരുന്നില്ല, എല്ലാം തന്നിട്ട് അപ്പൻ അങ്ങോട്ട് മാറി നിൽക്കുക. എനിക്ക് ഇഷ്ടത്തിന് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. പക്ഷെ മോശ അതിന് ശേഷം ചെയ്യുന്ന കാര്യം വായിക്കാൻ സമയമില്ല. അവൻ നിലമ്പാട് വീണ് പറയുന്ന, കരഞ്ഞു പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവമേ, ദൂതന്മാരുടെ സംരക്ഷണമോ ശത്രു സംഹാരമോ വാഗ്ദത്ത ദേശമോ ഒന്നുമല്ല ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് നിന്റെ സാന്നിധ്യമാണ്. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ദൈവ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ലോകത്തിൽ എന്ത് ലഭിച്ചാലും നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒരുപാട് ഭൗതിക നന്മകളൊക്കെ നാം അനുഭവിച്ചെന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവ സാന്നിധ്യത്തെ മറികടന്ന് ഇതൊന്നും അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകരുത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. ഈ ഭാഗത്തും സന്തോഷം എന്നുള്ളത് ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നിൽ ഈ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ ജീവിപ്പിക്കുകയില്ലയോ. ആഹ്ലാദമല്ല, ദൈവത്തിലുള്ള കർത്താവിലുള്ള സന്തോഷമാണ് ജീവിതത്തിൻ്റെ ആധാരമായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. 7 വിധ സന്തോഷങ്ങളെക്കുറിച്ച് ആണ് ഒരു ചിന്തയാണ് എൻ്റെ മുൻപിലുള്ളത്. ഞാൻ അതിൻ്റെ ഹെഡിങ്സ് എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. 1-2 കാര്യങ്ങൾ മാത്രമേ പങ്കിടാനായിട്ട് നമ്മുടെ മുൻപിൽ സമയം അനുവദിക്കുന്നുള്ളൂ. ഒന്നാമത്തെ സന്തോഷം, ദ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. രണ്ടാമതായി ഉള്ള സന്തോഷം, ദ ജോയ് ഓഫ് സബ്മിഷൻ, സമർപ്പണത്തിൻ്റെ ഉള്ള സന്തോഷം. മൂന്നാമത് നാം ഒരാഴ്ച മുഴുവനും ചിന്തിച്ച വിഷയമാണ് ദ ജോയ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധിയുടെ സന്തോഷം. നാലാമത്തെ സന്തോഷം, കർത്താവിലുള്ള സന്തോഷം, തിരുവചനത്തിൻ്റെ ഉള്ള സന്തോഷം, ജോയ് ഓഫ് ദ സ്ക്രിപ്ചർ, ദൈവത്തിൻ്റെ വചനത്തിലുള്ള സന്തോഷം. അഞ്ചാമതായി ദ ജോയ് ഓഫ് സിംഗിങ്, സ്തുതിയുടെ സന്തോഷം. ആറാമതായി ദ ജോയ് ഓഫ് സോൾ വിന്നിങ്, ആത്മസമ്പാദന സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഏഴാമതായിട്ട് ദ ജോയ് ഓഫ് സെക്കൻഡ് കമ്മിങ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള സന്തോഷം. ഇങ്ങനെയുള്ള 7 സന്തോഷങ്ങളാണ് ഇന്ന് പരാമർശിക്കപ്പെടേണ്ടതെങ്കിൽ 1-2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങാൻ സ്വർഗം ഇടയാക്കട്ടെ. ഒന്നാമതായി രക്ഷയുടെ സന്തോഷം. യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടം. ഐസയ്യ ചാപ്റ്റർ 12 വേഴ്സ് 2 and 3. ഇതാ ദൈവം എൻ്റെ രക്ഷയാകുന്നു, യഹോവയായ യാഹന്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട്
അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ രക്ഷയുടെ ഉറവകളിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരും. സന്തോഷത്തോടെ വെള്ളം കോരും. എവിടെ നിന്നാം? രക്ഷയുടെ ഉറവിൽ നിന്നാം. രക്ഷ ഒരു യാഥാർത്ഥ്യമാണ്. രക്ഷ ഒരു വസ്തുതയാണ്. എന്നാൽ ഒരു വിശുദ്ധന് അതൊരു യാഥാർത്ഥ്യവും വസ്തുതയും മാത്രമല്ല, ദിനം പ്രതി രക്ഷയുടെ ഉറവിൽ നിന്ന് ആസ്വദിച്ച ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരാണ് ദൈവ പൈതൽ. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുകേ. എന്റെ ദൈവ തമ്പുരാന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, രക്ഷ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഓരോ ദിവസവും നമ്മുടെ സന്തോഷത്തിന്റെ കാതലായിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പകർന്ന ആ രക്ഷയുടെ സന്തോഷമാണ്. ദൈവത്തിന്റെ മഹത്വം. ഹബക്കൂക്ക് ഒരു പ്രവാചകനായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. തൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട്? കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഹബക്കൂക്ക് പ്രവചിക്കുമ്പോൾ ആ സമൂഹം കടന്നു പോകുന്നത്. മറുപടി കിട്ടാത്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ മുൻപിലുണ്ട്. ഇന്ന് പകൽ എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാത്ത നിലയിലുള്ള സംഭവങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ വ്യക്തിപരമായി നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹങ്ങളിലും പലതും നടക്കുമ്പോൾ ദൈവമേ ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒരു കാര്യം നാം മറന്നു പോകരുത്, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമുക്ക് അനുമതി ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം എല്ലാത്തിനും മറുപടി തരണമെന്ന് നാം നിർബന്ധം പിടിക്കരുത്. നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് ബോധ്യമാകുന്ന ഒരു നിലവാരത്തിലുള്ള മറുപടി ആയിരിക്കാം ഒരു പക്ഷേ ദൈവം നൽകുന്നത്. ആ മറുപടി ഗ്രഹിക്കുവാനുള്ള ആത്മസാന്നിധ്യം നമുക്കില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ മൗനമായിരിക്കും. ഹബക്കൂക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ തമ്പുരാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. കർത്താവേ, അത്തിവൃക്ഷം എന്താ തളിർക്കാത്തത്? അത്തിവൃക്ഷം എന്താ തളിർക്കാത്തത് എന്ന് വെച്ചാൽ ഒരു നന്മ കാര്യങ്ങളൊക്കെ ഇത്രയും അധ്വാനിച്ചിട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തളിർക്കാത്തത്? മുന്തിരിവള്ളിയിൽ അനുഭവം എന്താ ഉണ്ടാകാത്തത്? ഒലിവ് മരത്തിൻ്റെ പ്രയത്നം എന്തുകൊണ്ടാണ് നിഷ്ഫലമായി പോകുന്നത്? നിലങ്ങൾ എന്തോ ആഹാരം വിളയിക്കാത്ത, പണിയെടുത്തിട്ടും വിളവുകളൊന്നും കിട്ടുന്നില്ലല്ലോ. ആട്ടിൻകൂട്ടങ്ങളിൽ, തൊഴുത്തുകളിൽ നശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോശാലകളിൽ കന്നുകാലികളൊക്കെ നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരുപാട് പരാധീനതകളുടെ ചോദ്യങ്ങളാ വർഷങ്ങളായി ഖത്തറിൽ വന്നിട്ട്. പക്ഷേ കർത്താവേ, ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. എന്നേക്കാൾ പിന്നും മുൻപും വന്നവരൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു. മക്കളെ നല്ലതിനു വേണ്ടി പഠിപ്പിച്ചതാ, പക്ഷേ പ്രത്യേക ഗുണമൊന്നുമില്ല. അമ്മയുടെ സാരത്തുമ്പി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്താ കർത്താവേ ഇതൊക്കെ? ചോദ്യങ്ങൾ അനവധിയാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരുപക്ഷെ നമുക്ക് മറുപടി ലഭിച്ചെന്ന് വരത്തില്ല. 3-ാം അധ്യായം ഹബക്കൂക്ക് പ്രവചനം 17-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ ഈ ചോദ്യങ്ങളെ ആവർത്തിച്ച് പ്രവാചകൻ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് താൻ പറയുക, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം തരുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നമൊക്കെ നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടങ്ങൾ തൊഴുത്തുകളിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. അതിനുശേഷം നിർത്തുകയല്ല. ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും, ഇതെനിക്കൊന്നും പ്രാപ്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, എൻ്റെ ചോദ്യങ്ങൾക്കോ എൻ്റെ പ്രാർത്ഥനകൾക്കോ ഒരു മറുപടിയും ഉണ്ടായില്ലെങ്കിലും 18-ാമത്തെ വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും?
നഷ്ടങ്ങളുടെ കനത്ത ഭാരങ്ങൾ അനുഭവിക്കുന്നവരും ഇന്ന് പകൽ ഇവിടെ ഉണ്ടായിരിക്കാം. ഒരു കാര്യം മറന്നു പോകരുത്, നഷ്ടത്തിൻ്റെ കണക്കുകളല്ല രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നിന്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ബാക്കിയല്ല നിന്റെ സന്തോഷത്തിന് ആധാരമായിരിക്കേണ്ടത്. എല്ലാം നഷ്ടമായാലും ഒന്നുമില്ലാതെ വന്നാലും ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എത്ര പേർക്കത് പറയാനായിട്ട് കഴിയും? സന്തോഷമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറമാണെന്ന് ഹബക്കൂക്ക് പറയുന്നത്. ഇതൊന്നും കർത്താവിലുള്ള സന്തോഷത്തെ കവർന്നു കളയുവാൻ നാം അനുവദിക്കരുത്. എൻ്റെ മാതാവ്, ഞാൻ SSLC പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ കടുത്ത പട്ടിണിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. 50 രൂപ വാടകയ്ക്ക് മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രം താമസിക്കുന്ന ഒരു പ്രവർത്തന സ്ഥലം എൻ്റെ പിതാവ് തിരഞ്ഞെടുത്തു. അവിടെ 50 രൂപ വാടകയ്ക്ക് തൊടലി മത്തായി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീട് വാടകയ്ക്ക് 50 റുപ്പീസാണ് അതിൻ്റെ വാടക. അന്നത് വലിയ കാര്യമാണ്. എൻ്റെ പിതാവിടയ്ക്ക് എൻ്റെ മാതാവിനോട് ഒരിക്കൽ പറഞ്ഞ ഭാഗം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. അദ്ദേഹത്തിന് വലിയ പ്രലോഭനമുണ്ടായി. ദിവസങ്ങളായിട്ട് മക്കൾ ആഹാരം കഴിക്കാതിരിക്കുമ്പം അദ്ദേഹം ഡയറി എഴുതുന്ന സ്വഭാവക്കാരനാണ്. ഞാൻ ജനിച്ച ദിവസത്തെ വരെ ഡയറി അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതെന്താ അനുഭവങ്ങളെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറിച്ച് വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. കൃത്യമായി ഡയറി എഴുതുന്ന ഒരാളാണ് എൻ്റെ പിതാവ്. ഇന്നും അദ്ദേഹം രാത്രി 12 മണിക്ക് എഴുതി ഇങ്ങനെ കുറിച്ച് വെച്ചു. ഒരു വലിയ പ്രലോഭനം. രാത്രിയിൽ അദ്ദേഹം കിടക്കാൻ നേരത്ത്, എൻ്റെ മക്കൾക്ക് ഇനിയും പട്ടിണി കിടക്കാനായിട്ട്, അവരുടെ പട്ടിണി കാണാനായിട്ട് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്ത് വേറെ ഒരാളുടെ ഒരു പറമ്പുണ്ട്, അവിടെ കപ്പ ഇട്ടിരിക്കുക. രാത്രി ഞാൻ എന്ത് ചെയ്യും, അത് പിഴുത് 2 എണ്ണം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. കാരണം ദിവസങ്ങളായിട്ട് മക്കൾ ആഹാരം കഴിച്ചിട്ട് വേറെ ഒരു വഴിയുമില്ല. ഒരു വലിയ പ്രലോഭനത്തെ രാത്രിയിൽ അദ്ദേഹം ആരും കാണാതെ വാതിൽ തുറക്കാൻ നേരത്ത് ആരോ പുറകിൽ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, കർത്താവാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, ദൈവമാണ് നിൻ്റെ മക്കളുടെ റെസ്പോൺസിബിളായിട്ടിരിക്കുന്നത്. പിന്നെ എന്താ ഇങ്ങനെ? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം മടങ്ങി വന്ന് നിലവിളിച്ച കഥയൊക്കെ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, കുറിച്ചും വെച്ചിട്ടുണ്ട്. അത്ര കഠിനമായ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ മുഴുവൻ എഴുതുമ്പം ഒരു ദിവസം കണ്ടും വാട്ടുകപ്പ ആരാ കൊണ്ട് കൊടുത്തത് കുതിർത്ത് എൻ്റെ മാതാവ് എനിക്ക് നൽകി. ബാക്കി എല്ലാ ദിവസവും ചൂടുവെള്ളം കുടിച്ചാൽ ഞാൻ എന്ത് ചെയ്തു, പരീക്ഷ എഴുതിയത്. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അന്ന് ഞങ്ങൾ 6 മക്കൾ ഒരുമിച്ച് കൂടി അവിടെ ഇരുന്ന്, വേറെ പുതിയ വിശ്വാസങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും രാത്രി പാട്ട് പാടി ആരാധിക്കുമ്പോൾ കല്ലേറാൻ ചുറ്റിലും ആളുകൾ വന്ന് എന്ത് ചെയ്യും, കല്ലെറിയും. കാരണം അവിടെ ആളുകൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ആളുകളൊന്നും അവിടെ ആ ദേശത്തില്ല. ഈ പാട്ടുപാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വല്ലാത്തൊരു കാര്യമാണ്. മർത്തോമക്കാരോ CSCക്കാരോ അങ്ങനെയുള്ള വൈകിട്ട് കുടുംബ പ്രാർത്ഥന പാട്ടുപാടി ചെയ്യുന്ന ഗ്രൂപ്പുകളാരും ആ ദേശത്തെങ്ങും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഓരോ ദിവസമുള്ള ഓരോ ഗാനവും പാടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പകർന്ന സന്തോഷത്തിൻ്റെ അളവ് ഒന്നുമില്ലെങ്കിലും ദൈവസന്നിധിയിലുള്ള സന്തോഷത്തിൻ്റെ ആ വലിയ അനുഭവം അത് ഞങ്ങൾക്ക് ആരോഗ്യമായി, ഉത്തേജനമായി, അത് ശക്തിയായി അന്ന് ഭവിച്ചു. ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിനേക്കാൾ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ലോകം അവരെ കണ്ടത് ഏറ്റവും പ്രസന്നമായ ഒരു മുഖത്തോടെയായിരുന്നു, ഏറ്റവും തേജസ്സുള്ള ഒരു മുഖത്തോടെയായിരുന്നു. ഇങ്ങനെ പോകുന്ന ഒരു ദിവസം തൊട്ടടുത്ത ഒരു ധനാട്യനായ മനുഷ്യൻ വന്നിട്ട് പറയും, എൻ്റെ പിതാവിനെ നാട്ടുകാരെല്ലാം ജോസഫ് സാർ എന്നാണ് വിളിക്കുന്നത്. ജോസഫ് സാറ് രാവിലെ വന്ന് പറയുകയാണ്, ജോസഫ് സാറേ, ഒരു റബ്ബർ തോട്ടം 20 ഏക്കറുണ്ട് അപ്പുറത്ത്, ഈ നാട്ടിൽ സാറിനെ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അദ്ദേഹത്തിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല. സാറ് മക്കൾക്ക് ആഹാരം കൊടുത്തിട്ട് 1 മാസമായെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ മുഖത്തിൻ്റെ പ്രകാശമായിരുന്നത്. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു 50 റിയാൽ കുറഞ്ഞ, എന്താ ബ്രദറെ, പാസ്റ്റർ ചോദിക്കും, എന്താ ബ്രദറെ മുഖത്ത്?
പറയണ്ട, പിന്നെ പിണക്കമല്ല. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഈ പറയുന്ന എനിക്കും ഇതെല്ലാം ഉണ്ട്. ഇന്ന് പട്ടിണിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് നമ്മുടെ പിതാക്കന്മാർ കർത്താവിലുള്ള സന്തോഷത്തിൻ്റെ ദിവ്യാനുഭവങ്ങൾ പ്രാപിച്ചവരായിരുന്നു. ദിവ്യാനുഭവങ്ങൾ പ്രാപിച്ചവരായിരുന്നു. അത് അവരുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീർന്നു. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ കാലുകൾ പേടമാൻ കാലുകൾ പോലെയാക്കും, ഉന്നതങ്ങളിൽ ഞാൻ നടക്കും. ഐ വിൽ വാക്ക് ഓൺ ഹൈ ഹിൽസ്. ഞാൻ എന്ത് ചെയ്യും? ഉന്നതങ്ങളിൽ നടക്കും. കാരണം എൻ്റെ നടപ്പ് ഈ ഭൂമിയുടെ പ്രവർത്തനങ്ങളിൽ ദൃഷ്ടി വെച്ചുള്ള നടപ്പല്ല. ഈ ഭൂമി ഉയർന്നും താണും ഇരിക്കും. ഇന്നത്തെ സന്തോഷം നാളെ ദുഃഖമായി ഭവിക്കും. പക്ഷേ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ നടപ്പ് അതിനപ്പുറമുള്ള നടപ്പാ, കർത്താവുമായി ചേർന്നുള്ള നടപ്പാ. ഞാൻ ഹൈ ഹിൽസിൽ നടക്കും, നോട്ട് ഹൈ ഹീൽസ്. ഹൈ ഹിൽസിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉന്നതങ്ങളിൽ നടക്കും. കേട്ടോ? ദൈവത്തിൻ്റെ മഹത്വം. ഇതാ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിത്ത് ദൈവം നമുക്ക് നൽകുമ്പോൾ നാം ഹൈ ഹീൽസിൽ നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം വിശുദ്ധൻ നടക്കേണ്ടത് ഉന്നതങ്ങളിലാണ്. ഉന്നതങ്ങളിലാണ്. അവൻ്റെ കാഴ്ചപ്പാട് ഈ ലോകവുമായി ബന്ധപ്പെട്ടല്ല ഉണ്ടാകേണ്ടത്. അവൻ്റെ ഗ്രിപ്പ് ഈ ഭൂമിയിലല്ല, അവൻ്റെ പാളം ഈ ഭൂമിയിലല്ല, അവൻ്റെ ടയർ ഈ ഭൂമിയിലല്ല. അവൻ്റെ ബന്ധം സ്വർഗവുമായിട്ടാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളത് തന്നെ അന്വേഷിപ്പീൻ. കാരണം ദൈവവുമായി ബന്ധപ്പെട്ടൊരു യാത്രയ്ക്ക് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മുഴുവൻ പറയാൻ സമയമില്ല. ഒരൊറ്റ വാക്ക് ഞാൻ പറയുന്നു, ഒരൊറ്റ വാക്ക് പറയുന്നു. ഹാനി ക്രോസ്മാനെ കുറിച്ച് നിങ്ങൾക്കറിയാം. റോങ് മെഡിക്കേഷനിലൂടെ ഫാനി ക്രോസ്മാൻ, അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ കണ്ണെന്ത് ചെയ്തു? റോങ് മെഡിക്കേഷനിലൂടെ നഷ്ടപ്പെട്ടു. റോങ് മെഡിക്കേഷനിലൂടെ 800-ലധികം ഹിംസ പാട്ടുകൾ ആ സഹോദരി എന്ത് ചെയ്തു? ക്രൈസ്തവ 8,000 റൈറ്റ് 8,000 ഗീതങ്ങൾ ആ സഹോദരി എന്ത് ചെയ്തു? എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും ഒരു ടച്ചിങ് ആയിട്ടൊരു സോങ് ഉണ്ട്. അതിതാണ് പെർഫെക്റ്റ് സബ്മിഷൻ, all is that trust, this is my story, this is my song. ആ സഹോദരി പറഞ്ഞൊരു കാര്യം ഇതാണ്. 8,000-ലധികം ഗീതങ്ങൾ ആ സഹോദരി ലോകത്തിന് നൽകി. കണ്ണ് കാണത്തില്ലായിരുന്നു. ജീവിതത്തിൽ സന്തോഷിക്കാനോ ഗാനം പാടാനോ ഉള്ളൊരു സാഹചര്യമൊന്നും മനോസൗകര്യങ്ങളൊന്നും ആ സഹോദരിക്കില്ലായിരുന്നു. പക്ഷേ ആ സഹോദരി പറയുകയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവ്യാനുഭവം. ഇന്ന് പകൽ നമുക്ക് പലരെയും നോക്കുമ്പോൾ പലതും നമുക്കില്ലായിരിക്കാം. പലരെയും നോക്കുമ്പോൾ പല കുറവുകളും നമുക്കുണ്ടായിരിക്കാം. സൗന്ദര്യത്തിൽ വേരിയേഷൻസ് ഉണ്ടാകാം, സാമ്പത്തിക നിലയിൽ വ്യത്യസ്തതകൾ ഉണ്ടാകാം, പ്രവർത്തന ശേഷിയിൽ നമുക്ക് വ്യത്യസ്തതകൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുമ്പോൾ, കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കുമ്പോൾ, അതൊന്നുമല്ല നമ്മുടെ സന്തോഷത്തിന് ആധാരമായിരിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങയുടെ കൃപയുമാണ് നമ്മുടെ സന്തോഷത്തിന് ആധാരമായിരിക്കേണ്ടത്. യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വഴി യഹോവയിൽ സമർപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനതെന്ത് ചെയ്യും? നിർവഹിക്കും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്കാകെ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ വഴികൾ ദൈവത്തിന് സമർപ്പിക്കുക, അവയിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക.
അവനിൽ തന്നെ ആശ്രയിക്കുക. വഴികളിലല്ലേ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് അത് നിർവഹിക്കും. ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യവും കർത്താവിലുള്ള സന്തോഷമായിരിക്കട്ടെ. ഏതു പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയട്ടെ. രണ്ടാമതായിട്ട് നമ്മുടെ സന്തോഷം നിലനിൽക്കേണ്ടത് ദ ജോയ് ഓഫ് സബ്മിഷൻ, സമർപ്പണത്തിലുള്ള ഒരു സന്തോഷമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മുഴുവനും യേശുവിൻ്റെ സമർപ്പണത്തിൻ്റെ ചിന്തകളാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ മേശയും ഉള്ള ബന്ധത്തിൽ നമുക്കത് ധ്യാനിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് വ്യത്യസ്തമായ പഠനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് ഈ ലോകത്തിൽ. നാം മുൻപായിരുന്ന സമൂഹങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ആ തിരുമേശയെ കണ്ടിരുന്നത്. കത്തോലിക്ക സമൂഹം തിരുമേശയെക്കുറിച്ചുള്ള ഒരു വികലമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. കത്തോലിക്ക സഭ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഒരു ദൈവിക പ്രവർത്തിയാൽ ഈ അപ്പവീഞ്ഞുകൾ യേശുക്രിസ്തുവിൻ്റെ ഒറിജിനൽ രക്തമായും അപ്പമായും മാറുമെന്നുള്ള ഒരു പഠനമാണ് അവർ നമുക്ക് നൽകുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ള ചിന്ത അവർ നൽകുന്നു. എന്നാൽ ഓർത്തഡോക്സ് പാശ്ചാത്യ സഭകൾ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകൾ പറയുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച ശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരികയും ദൈവ സാന്നിധ്യത്താൽ ഈ അപ്പവീഞ്ഞുകൾ നിറയപ്പെടുകയും ചെയ്യുമെന്നുള്ള ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കത്തോലിക്ക സഭയുടെ ആണെങ്കിൽ കോൺസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ചിന്തയാണ് പൗരസ്ത്യ സഭകൾ ഏകദേശം പൊതുവെ വെച്ച് പുലർത്തുന്നത്. പിന്നീട് ലൂതറൻ വന്ന് നമുക്ക് വെച്ച ഒരു വ്യത്യസ്തമായ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിച്ച അനന്തരം ഇത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തത്തെയും പ്രതിനിധാനം ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള പഠനമാണ് അദ്ദേഹം നൽകിയത്. പിന്നീട് വന്ന സ്വിംഗ്ലി ആണ് ഒരു വ്യത്യസ്തമായ ഒരു ബിബ്ലിക്കൽ ഗ്രൗണ്ടിലുള്ള കാഴ്ചപ്പാട് നൽകിയത്. ഇത് കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രം പുതുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അല്ലാതെ ഈ അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നില്ല. ഈ അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പവീഞ്ഞുകൾ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നില്ല. ഈ അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പവീഞ്ഞുകൾ യേശുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പകരക്കാരനായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. നിസ്തുല്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്നും മനുഷ്യനുണ്ടാക്കിയ അപ്പത്തിനകത്തോ വീഞ്ഞിനകത്തോ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ നാം കർത്താവിനെ ഓർക്കുകയാണ്, അവിടുത്തെ നിസ്തുല്യതയെ ഓർക്കുകയാണ്, അവിടുത്തെ ആ കൃപയുടെ വഴികളെ നാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് കർത്താവിൻ്റെ മേശയിൽ നാം ചെയ്യുന്നത്. അതിനപ്പുറത്ത് അവിടുത്തെ ദൈവത്തിൻ്റെ പുത്രൻ്റെ ഒരു കനത്ത സമർപ്പണത്തെ നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അവൻ സ്വർഗ മഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്കായി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ ദൈവ്യാനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്നുള്ളത്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സമർപ്പണത്തെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വേദഭാഗം, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ വാക്യത്തിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്, അവൻ ശക്തനാണ്. എന്തിനെ കാത്തു സൂക്ഷിക്കാനായിട്ടാ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്.
ഭരമേൽപ്പിക്കപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ടാ സ്വർഗത്തിലെ ദൈവം പ്രാപ്തനായിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കപ്പെടാതെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. എക്സാമ്പിൾ, ഒരു ക്ലോക്ക് റൂം പണ്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. പണ്ടൊക്കെ ഒരുപാട് സമയം ഈ ട്രാൻസിറ്റ് കൂടുതലുണ്ട്, ആ സമയമുണ്ട്, ട്രെയിനിൽ നിന്ന് മാറിക്കയറേണ്ട സമയം. അതുകൊണ്ട് ക്ലോക്ക് റൂമുണ്ട്. ഈ ക്ലോക്ക് റൂമിൽ ഒരു 2 പെട്ടിയുമായി നമ്മൾ അങ്ങോട്ട് പോകുന്നെന്ന് വിചാരിക്കുക. ഒരു പെട്ടി അകത്ത് കൊടുത്തു, ഒരു റെസിപ്റ്റൊക്കെ വാങ്ങി, ടിക്കറ്റിന് നമ്പറൊക്കെ എഴുതി കുറിച്ച് വെച്ചു, മറ്റേ പെട്ടി ഇപ്പുറത്ത് വെച്ചിട്ട് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാം ആ റൂമിൽ ചെന്ന് അവിടെയുള്ള ആളിനോട് ഈ റെസിപ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹം ഒരു പെട്ടി ഇങ്ങോട്ട് എടുത്ത് തന്നു. നാം പറയുക, ഞാൻ 2 പെട്ടി ഇവിടെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, എന്നെ ഭരമേൽപ്പിച്ചത് ഒരു പെട്ടിയാ, അത് മടക്കി നൽകാൻ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ബാക്കി എവിടെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളാ ഉത്തരവാദി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഭരമേൽപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മേൽ ക്രിയ ചെയ്യുവാനും ഉത്തരവാദിത്വം വഹിക്കാനും കഴിയത്തുള്ളൂ. തമ്പുരാന് സമർപ്പിക്കപ്പെടാത്ത ഒന്നിനും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. സമർപ്പിക്കപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും സേവിക്കുന്നത്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സ്വർഗമിടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം കർത്താവിലുള്ള സന്തോഷം അത് രക്ഷയുടെ സന്തോഷമാണ്. കർത്താവിലുള്ള സന്തോഷം അത് സമർപ്പണത്തിൻ്റെ സന്തോഷമാണ്. ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. കർത്താവിന് 2ാമത്തെ മടങ്ങി വരവിൻ്റെ സന്തോഷം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. ഷുവർലി ആൻഡ് ക്വിക്ക്ലി ഐ വിൽ കം. 2 വാക്ക് ഉപയോഗിക്കുന്നു, ഷുവർലി ആൻഡ് ക്വിക്ക്ലി. എന്താ ഷുവർലി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? അതെ എന്ന അത് സർട്ടനിറ്റി ഓഫ് ദ ലോർഡ്സ് കമ്മിങ്, കർത്താവിൻ്റെ വരവിൻ്റെ സുനിശ്ചിതത്വം. സുനിശ്ചിതമായും അതെ എന്ന് മലയാളത്തിൽ പറയുന്നു. അതെ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? സുനിശ്ചിതമായി വരുമെന്നുള്ളതാ. 2ാമതായിട്ട് ക്വിക്ക്ലി, അത് കർത്താവിൻ്റെ വരവിൻ്റെ ഇമ്മിനൻസിയാണ്. ദ ഇമ്മിനൻസി ഓഫ് ദ ലോർഡ്സ് കമ്മിങ്, കർത്താവിൻ്റെ വരവിൻ്റെ ആസന്നതയാ. ഒന്ന്, കർത്താവിൻ്റെ വരവ് ഉറപ്പായി സുനിശ്ചിതമായിട്ടുള്ള ഒന്നാണ്. 2, കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. ഇത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് അവസാനം നൽകുന്ന ആഹ്വാനങ്ങളിൽ ഒന്നാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഒരു വിശ്വാസിയുടെ സന്തോഷം രക്ഷയുടെ സന്തോഷത്തിൽ നിന്ന് പുറപ്പെട്ട് സുവിശേഷീകരണത്തിൻ്റെ സന്തോഷത്തിൻ്റെ അത്യുച്ചകോടിയിലെത്തി അവിടെ നിന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയുടെ ആ വലിയ തലത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, കർത്താവിൻ്റെ വരവ് ഉറപ്പായിട്ടുണ്ട്, സുനിശ്ചിതമാണ്. അതിനെ മാറ്റിവെക്കുവാനോ അതിൻ്റെ